നമസ്കാരം, പേരെന്തായിരുന്നു? നന്ദു. നിങ്ങളുടെ കോളേജിൽ ഇപ്പോൾ BJP-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി ഒരുപാട് പുതിയ പുതിയ ആശയങ്ങൾ പങ്കുവച്ചു. യൂത്തിന് വേണ്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് സജസ്റ്റ് ചെയ്തു. പുള്ളിക്ക് ഇനി അടുത്ത ഒരു 10 വർഷത്തേക്ക് അല്ല 5 വർഷത്തേക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈക്ക് ഇതുവരെ ആരും ചെയ്യാത്ത രീതിയിൽ യൂത്തിന് ജെൻസിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞു. വളരെ മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളി ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തവും കൃത്യമായിട്ടുള്ള ഉത്തരം തന്നു. ഇപ്പോൾ ഈ നിങ്ങളൊരു ജെൻസി കിഡ്സിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് കേരളം ഭരിക്കാൻ പോകുന്ന പാർട്ടി ആയിക്കോട്ടെ, മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അതിലൊരു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പിണറായി വിജയനാണോ, രാജീവ് ചന്ദ്രശേഖറാണോ, VD സതീശനാണോ, നിങ്ങൾ ഈ മൂന്നിൽ ആരെ തെരഞ്ഞെടുക്കും? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് നമ്മള് കോൺഗ്രസിനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണെങ്കിലും ഇതുവരെ അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. 5 വർഷം കൂടുമ്പോൾ മാറും. ലാസ്റ്റ് ടൈമാണ് നമ്മളൊരു തുടർഭരണം കൊടുത്തത്. നമ്മൾ ഇതുവരെ BJP-ക്ക് ഒരു അവസരം കൊടുത്തിട്ടില്ല. നമ്മളങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ നമുക്കത് ലൈക്ക് പറയാൻ പറ്റത്തുള്ളൂ. ലൈക്ക് എനിക്ക് തോന്നുന്നു പുള്ളി ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ്. പുള്ളി ജെൻസിക്ക് വേണ്ടി ഇത്രയും സംസാരിക്കുന്നു. അടുത്ത ജനറേഷനും പുള്ളി ഇന്ന് വന്നിട്ടാണെങ്കിലും പൊളിറ്റിക്സ് അല്ല പുള്ളി അധികം സംസാരിച്ച. പുള്ളി എന്ത് നമുക്ക് വേണ്ടി ചെയ്തു തരാൻ പറ്റും, അടുത്ത ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് പുള്ളി കൂടുതൽ സംസാരിച്ചത്. സോ പുള്ളിക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗ്യനാണ്? തീർച്ചയായിട്ടും അത്രയും എഡ്യൂക്കേറ്റഡ് ആണ് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമത്. ഇപ്പോഴത്തെ ഒരു നമ്മുടെ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ഒരു ഗംഭീരമായിട്ടുള്ള വികസനം ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കേന്ദ്രത്തിന്റെ സൈഡിൽ നിന്ന് നോക്കുവാണെങ്കിൽ അവർ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരുന്നുണ്ട്, ഒരുപാട് വികസനങ്ങൾ പുഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ അവര് പറച്ചിലൂടെയാണ് കൂടുതൽ വികസനം കണ്ടിട്ടുള്ളത്. പറച്ചിലാണ് വികസനം കൂടുതലിരിക്കുന്നത്. നമുക്ക് കാണാനാണെങ്കിൽ ഇപ്പം ഹൈവേസ് ആണെങ്കിലും റോഡുകളാണെങ്കിലും ലൈക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് മുദ്ര പോലത്തെ ലോൺ പദ്ധതികളാണെങ്കിലും ഒരുപാട് പദ്ധതികൾ, പ്രധാനമന്ത്രി സടക്ക് യോജന, അങ്ങനെ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട് കേന്ദ്രത്തിന്റെ സൈഡിൽ നിന്ന്. കേരളത്തിന്റെ സൈഡിൽ നിന്ന് അങ്ങനെ വലിയ രീതിയിൽ അത്രയും വരുന്നില്ല. പക്ഷേ അവർ പ്രോപ്പറായിട്ട് അത് ലൈക്ക് എന്താ പറയാൻ, അത് ഇലക്ഷന് വേണ്ടിയിട്ട് അവരത് പ്രചരണം പോലും പ്രോപ്പറായിട്ട് നടത്തുന്നില്ല. ഓക്കെ, നമസ്കാരം, പേരെന്തായിരുന്നു? അനന്തു. നിങ്ങളുടെ കോളേജിൽ രാജീവ് ചന്ദ്രശേഖർ എത്തിയല്ലോ. അദ്ദേഹം യൂത്തിനെ സംബന്ധിച്ച്, യൂത്തിന്റെ ഭാവിയെ സംബന്ധിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പുള്ളിക്കാരൻ ആക്ച്വലി ഇന്ററാക്ട് ചെയ്തതെന്ന് പറയുന്നത് നോർമലി ഒരു ലൈക്ക് ടിപ്പിക്കൽ ഒരു രാഷ്ട്രീയ നേതാവിനെ പോലെ അല്ല ഇന്ററാക്ട് ചെയ്തത്. ആക്ച്വലി പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് ഇന്ററാക്ട് ചെയ്ത ഒരു രീതി ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ലൈക്ക് എങ്ങനെയാണ് ലൈക്ക് യൂത്ത് പോകേണ്ടത്, ലൈക്ക് ഇനിയുള്ള ജനറേഷൻ എങ്ങനെയാണ്, ഇനിയുള്ള ജനറേഷനകത്ത് എന്തൊക്കെയാണ് വരുന്ന ന്യൂ പോസിബിലിറ്റീസ്, എന്തൊക്കെയാണ്, കുറെ കൂടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, അത് വെച്ച് നമുക്ക് എങ്ങനെ നമ്മുടെ ലൈവ്ലിഹുഡ് എക്സ്പാൻഡ് ചെയ്യാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഈ പറഞ്ഞൊരു നിങ്ങൾ വിദ്യാർത്ഥികൾ ചോദിച്ചൊരു ചോദ്യങ്ങളുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് നിരവധി കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നു. അവർ പോകുന്നതിന്റെ പ്രധാന കാരണം ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതിന്റെ പേരിലാണ്. അപ്പൊ അതിനെ ഒരു പരിഹാരമൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മറുപടികൾ ഉണ്ടായിരുന്നു. അതിൽ സംതൃപ്തരാണോ? അതിൽ സംതൃപ്തരാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ആക്ച്വലി ഒരു ടെക്നോളജിക്കലി ഡെവലപ്പിംഗ് കൺട്രിയാണ്. പുള്ളിക്കാരനെ പോലത്തെ ഒരാളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടെ ഒരു ടെക്നോളജിക്കൽ അപ്ലിഫ്റ്റ്മെന്റ് ഉണ്ടായിരിക്കും. അത് ഇവിടുത്തെ എക്കണോമിയെയും, എക്കണോമി പോരാത്തതിന് ഇവിടുത്തെ ഉള്ള സ്റ്റുഡൻസിനെ അത് ഒരുപാട് സഹായിക്കുകയും ചെയ്യും. നമ്മുടെ കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയാകാൻ കപ്പാസിറ്റിയും ശേഷിയുമുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും. ഇപ്പോൾ ഈ ഒരു പിണറായി വിജയൻ, അതോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ, VD സതീശൻ, ഈ 3 പ്രധാനപ്പെട്ട കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇപ്പോൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ജെൻസി എന്നുള്ള നിലയിൽ ആരെ സെലക്ട് ചെയ്യും? ജെൻസി എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യുന്നതല്ല, ലൈക്ക് ബിയോണ്ട് ജെൻസി. ലൈക്ക് ഇത്രയും നാളും ആൾക്കാർ കണ്ടിട്ടുള്ളത് CPM-ഉം UDF-നെയും കണ്ടിട്ടുണ്ട്. ഗിവ് ദം എ ചാൻസ് ടു. BJP-ക്ക് ഒരു ചാൻസ് കൊടുക്കണം. ആൻഡ് ഹീസ് ആക്ച്വലി വെൽ എഡ്യൂക്കേറ്റഡ്. ഹി ക്യാൻ അപ്ലിഫ്റ്റ് ദ എൻറ്റയർ സൊസൈറ്റി. സോ I'll vote for him, definitely. ജെൻസി കിഡ്സ് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുതിയൊരു സെലക്ഷൻ അത് കണ്ടെത്താൻ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് അവരെ വോട്ട് മാറുമോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. ഡെഫിനറ്റ്ലി മാറും. കാരണം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ലൈക്ക് ഒപ്പീനിയൻസ് ഉണ്ട്, അവർക്ക് ആവശ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഉറപ്പായിട്ടും അവർ ചൂസ് ചെയ്യും. എപ്പോഴും ഇന്നത്തെ ആൾക്കാർ ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ എപ്പോഴും ലൈക്ക് ദേ പ്രിഫർ ക്വാളിറ്റി മോർ ദാൻ ക്വാണ്ടിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഓൾമോസ്റ്റ് എല്ലാ ജെൻസിക്കാരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ക്വാളിറ്റിയാണ് ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ചൂസ്. നമ്മളെ പേരെന്തായിരുന്നു? ഞാൻ അപർണ. ഇവിടെ സ്ഥലം എവിടെയാണ്? ഞാൻ മരുതൂർ മണ്ണന്തല അടുത്തിട്ട്. ഇപ്പോൾ നിങ്ങളുടെ കോളേജിൽ BJP-യുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വന്നിരുന്നല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ലൈക്ക്
ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്ന ആളല്ല, ബട്ട് നല്ല ഓൺട്രപ്രണർ എന്നുള്ള നിലയിലല്ലേ പുള്ളിക്കാരൻ വന്നേ. എനിക്ക് പുള്ളിക്കാരൻ ഓൺട്രപ്രണർ എന്നുള്ള നിലയിൽ ഇഷ്ടമാണ്. ഓക്കെ. അദ്ദേഹം യൂത്തിനെ സംബന്ധിച്ച്, ജോലി സാധ്യതകളെ സംബന്ധിച്ച്, അവരുടെ ഭാവിയെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ ഇതുപോലെ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കൂടുതലൊന്നും കേട്ടിട്ടില്ല.